ഓക്കെ, അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ റിവിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ റിവിഷനും കൂടി ഈ ചാപ്റ്റർ ഒരു തവണ അങ്ങ് റിവൈസും കൂടി ചെയ്യുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. വാട്ട് ഹാപ്പൻസ് ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി? എന്ത് സംഭവിക്കും, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആയാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കും? അല്ലെങ്കിൽ ആ വയറിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്താലും ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പറയും. ഇത് നോക്കുക, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താ? ഇലക്ട്രോൺ ഒഴുകുന്നതിൻ്റെ സ്പീഡാണ് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോൺ എതിരെ ഒഴുകുന്നത്. ഇത് നോക്കിയ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കൂടെ, ഇതാണ് ഒരു കണ്ടക്ടർ, ഇതൊരു വയറാണ്. ഈ വയറിനെ കുറച്ച് കട്ടിക്ക് വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സത്യത്തിൽ ഇതൊരു വയറാണ്. ഈ വയറിൻ്റെ ഒരു സ്ഥലത്ത് ഒരു സെല്ല് ഉപയോഗിച്ച് കണക്ട് ചെയ്തു. അതിൻ്റെ ഒരു പോസിറ്റീവ് ടെർമിനൽ ഒരു സ്ഥലത്തും നെഗറ്റീവ് ടെർമിനൽ ഒരു സ്ഥലത്തും കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇലക്ട്രോൺ എങ്ങോട്ട് ഒഴുകും? ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഇങ്ങോട്ടേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഇലക്ട്രോൺ ഇതിൽ ഒഴുകാനുള്ള കാരണം എന്താണ്? ഇവിടെ ഈ ഒരു സെല്ല് കണക്ട് ചെയ്താണ്. സെല്ല് കണക്ട് ചെയ്താൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ആയിട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യും. പിന്നെ അപ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇലക്ട്രോണിന് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ആകെ അറിയാവുന്ന കാര്യം. ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഇവർ പറഞ്ഞ ഈ പൊട്ടൻഷ്യൽ ഡബിൾ ആക്കി എന്ത് സംഭവിക്കും, ഈ ലെങ്ത് കൂട്ടി എന്ത് സംഭവിക്കും എന്നൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ബാക്കി ചെക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് ആകെ അറിയാവുന്നത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിനെ ടൈം കൊണ്ട് വെലോസിറ്റി ബൈ ടൈമാണ് ആക്സിലറേഷൻ എന്ന് എനിക്കറിയാം. അപ്പോൾ വെലോസിറ്റിക്ക് പകരം ഞാൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൊടുത്തു, ടൈമിന് പകരം റിലാക്സേഷൻ ടൈം കൊടുത്തു. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് കാരണം റിലാക്സേഷൻ ടൈമിന് അപ്പുറത്തോട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ഡിവിഷനാണ്, അപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു വരും. ആക്സിലറേഷൻ ഇൻറ്റു ടോപ്പ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കിട്ടി, ആക്സിലറേഷൻ ഇൻറ്റു റിലാക്സേഷൻ ടൈമാണ്. ഇനി ആക്സിലറേഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ആക്സിലറേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത് നോക്കുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനേഷൻ എനിക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ചാർജാണ്. അപ്പോൾ F/Q ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ഈക്വൽ ടു കിട്ടണമെങ്കിൽ ക്യൂവിനെ എടുത്ത് അപ്പുറത്തോട്ട് വയ്ക്കുക. ഇവിടെ ഡിവിഷനാണ്, അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇൻറ്റു EQ ഈക്വൽ ടു ഫോഴ്സ്. ഇനി ഫോഴ്സിൻ്റെ നമ്മുടെ ക്ലാസിക് ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇത് ആരാണ്? ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ മാസ് me, ഇലക്ട്രോണിൻ്റെ ആക്സിലറേഷൻ a. അപ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു EQ എന്ന് കൊടുത്തു. ഇനി ക്യൂവിനെ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് മാറ്റി എഴുതേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ മാറ്റി എഴുതാൻ വേണ്ടി മറന്നുപോയി. എന്നിട്ട് അവസാനം ഞാൻ മാറ്റി എഴുതുന്നുണ്ട്. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്, ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ? E-. അപ്പോൾ E ഈക്വൽ ടു me ഇൻറ്റു a. നമുക്ക് വേണ്ടത് ആക്സിലറേഷനുള്ള ഇക്വേഷനാണ്. അത് കാരണം മാസ് ഓഫ് ഇലക്ട്രോൺ ഇവിടെ ഇൻറ്റു ആയിരുന്നു, ഇപ്പുറത്ത് ചെല്ലുമ്പോൾ ഡിവിഷൻ വന്നു. അപ്പോൾ EQ ഡിവൈഡ് ബൈ me എന്ന് എഴുതി. ഓക്കെ, ഇനി അത് ഇവിടെ എടുത്ത് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആക്സിലറേഷനെ ടോ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ, അതിനെ ടോ കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടി. എത്ര എളുപ്പമെന്ന് നോക്കി. ഒന്നും അറിയത്തില്ല, നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തു. ഇനി നിങ്ങൾക്ക് എന്താ നോക്കേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് ഈ വോൾട്ടേജിൻ്റെയും ലെങ്തിൻ്റെയും ഒക്കെ ടേംസിലാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വേണ്ടത്. അതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം. E ഇൻറ്റു L ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? V. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ചിത്രം നോക്കിയാൽ മതി. E ഇൻറ്റു L ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? V. E ഇൻറ്റു L ഈസ് ഈക്വൽ ടു V. അപ്പോൾ E ഈസ് ഈക്വൽ ടു, ഇവിടെ ലെങ്ത് മൾട്ടിപ്ലിക്കേഷനാണ്, ഇപ്പുറത്ത് നമ്മൾ ഡിവിഷൻ. വെലോസിറ്റി പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ലെങ്ത് ആണ് ഇലക്ട്രിക് ഫീൽഡ്. പൊട്ടൻഷ്യൽ പെർ ലെങ്ത് ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ Eക്ക് പകരം നമ്മൾ ഇനി V/L എന്ന് എഴുതും. ഇവിടെ E ഉണ്ട്, അതിന് പകരം നമ്മൾ എന്ത് എഴുതും? V ഡിവൈഡ് ബൈ L എന്ന്. ഓക്കെ അല്ലേ? ഞാനൊന്നുകൂടി ഇവിടെ ഇക്വേഷൻ എടുത്തെഴുതി, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ എടുത്തെഴുതി. ഇനി Eക്ക് പകരം V/L എന്ന് എഴുതി. പിന്നെ Q ടോ me. ഇനിയിപ്പോൾ കാര്യങ്ങളിൽ പോയി പൊട്ടൻഷ്യൽ കൂടിക്കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടും, ലെങ്ത് കൂടിയാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയും. വളരെ സിമ്പിൾ അല്ലായിരുന്നു, നോക്കി എഴുതിയാൽ മതി. ഇനി ക്വസ്റ്റ്യനിൽ പൊട്ടൻഷ്യൽ 2 ടൈംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പൊട്ടൻഷ്യൽ 2 ടൈംസ് ആകുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി 2 ടൈംസ് ആകും. ഇനി ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താവും? കുറയും. താഴെയുള്ള സംഖ്യ വലുതായി കഴിഞ്ഞാൽ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഉത്തരവായി പോകുമെന്ന്. അപ്പം വളരെ എളുപ്പത്തിൽ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്തു. ക്വസ്റ്റ്യൻ ഇതല്ലായിരുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആക്കിയാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡബിൾ ആവും. ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്തു. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെറിവേഷനും പഠിച്ചു.
പിന്നെ ഇയും എല്ലും വിയും തമ്മിലുള്ള റിലേഷനും ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇനി ഇത് ഉപയോഗിച്ച് തന്നെ വളരെ സിമ്പിളായിട്ട് വേറൊരു കാര്യം കൂടി ഇവിടുന്ന് സാധാരണ ചോദിക്കാറുണ്ട്. മൊബിലിറ്റിയെ പറ്റിയാണ് ചോദിക്കുന്നത്. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തതിനെ പറ്റി. ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ കാരണക്കാരൻ ആരാ? ഈ സെല്ല് ഇവിടെ വെച്ചത് കാരണം ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജും രൂപം കൊണ്ടു. അതുമൂലം ഇതിൻ്റെ ഉള്ളിൽ, കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡാണ് ഇലക്ട്രോണിനെ മൂവ് ചെയ്യിപ്പിക്കാൻ കാരണം. ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുക. അത് കാരണമാണ് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആയത് കാരണമാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇലക്ട്രോൺ മൂവ് ചെയ്യാനുള്ള കാരണക്കാരൻ ആരാ? ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ എത്ര ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകുന്നത് അല്ലേ? അതാണ് നമ്മുടെ മൊബിലിറ്റി. അപ്പം മൊബിലിറ്റി മ്യൂ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ്. എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് ഇത്രയും ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടുന്നതെന്ന്. അതാണെന്ത്? മൊബിലിറ്റി. മൊബിലിറ്റിയുടെ ഡെഫിനേഷനും ഇക്വേഷനൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ച് വയ്ക്കുക, വളരെ സിമ്പിളാണ്. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ ഈ രീതിയിൽ എഴുതി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷനൊക്കെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും, എഴുതുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത് വേറെ രീതിയിൽ എഴുതാറുണ്ട്. I ഈസ് ഈക്വൽ ടു NAVDE. അതിൻ്റെ ഉള്ളിൽ VD എന്ന് പറയുന്നത് എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇവിടെ ഞാനൊന്ന് ചാർജിനെ മാറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ. ക്യൂവിന് പകരം ഇലക്ട്രോണിൻ്റെ ചാർജ് E എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ മാറ്റി എഴുതണമായിരുന്നു, പക്ഷേ അവസാനം മാറ്റി എഴുതിയത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോണിൻ്റെ ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? E മൈനസ് എന്നല്ല നമ്മൾ എഴുതുക. 1.6 × 10⁻⁻⁹. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ടിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് ഇവിടുന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തല്ല, ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. NAVDE എന്നാണ് കറണ്ടിനുള്ള ഇക്വേഷൻ. അതിൻ്റെ ഉള്ളിൽ A ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താവും? ഡിവിഷൻ. കറണ്ടിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റിനെ സാധാരണ നമ്മൾ J എന്നാണ് എഴുതുക. അപ്പോൾ A അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ NVDE. അപ്പം കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു NVDE എന്ന് പറഞ്ഞൊരു ഇക്വേഷനും ഉണ്ട്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതാണ് പക്ഷേ കൂടുതലായിട്ട് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. മൊബിലിറ്റിക്കുള്ള ഇക്വേഷൻ. മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ്.